നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കൊടും വേനലിൽ പൊറുതിമുട്ടി തിരൂരങ്ങാടി. പല വീടുകളിലെയും കിണറുകൾ വറ്റി. വേനൽ മഴ ലഭിക്കാത്തത് വരൾച്ചയ്ക്ക് കാഠിന്യമേറ്റി. വെന്നിയൂർ, ചുള്ളിപ്പാറ, കരുമ്പിൽ, കക്കാട്, തിരൂരങ്ങാടി, ചെമ്മാട്, പതിനാറുങ്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കിണർ നിർമ്മാണം തുടങ്ങിയില്ല. കടലുണ്ടി പുഴയിൽ ബാക്കിക്കയത്താണ് കിണർ നിർമ്മിക്കുന്നത്. ഇവിടെ നിന്ന് കൊടിഞ്ഞി ചുള്ളിക്കുന്നിൽ നിർമ്മിക്കുന്ന ശുദ്ധീകരണ പ്ലാന്റിലെത്തിച്ച് ഇവിടുത്തെ ജലസംഭരണി വഴി പഞ്ചായത്തിലെ വീടുകളിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യാനാണ് പദ്ധതി. പണം ലഭിക്കാത്തതാണ് കിണറിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിന് കാരണമെന്നാണ് കരാറുകാരൻ പറയുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കിടെ വീടുകളിൽ വലിയ രീതിയിൽ വിള്ളൽ. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് എതിർവശം ബാംഗ്ലക്കുന്ന് മുകളിൽ താമസിക്കുന്ന വാര്യത്ത് പടി മാത, പേരാഞ്ചേരി ഷറഫുദ്ദീൻ, ബാവ, അലവി, അബു എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടുകളുടെ മുറ്റം, ചുമര് എന്നിവിടങ്ങളിലെല്ലാം താമസയോഗ്യമല്ലാത്ത തരത്തിലാണ് വിള്ളൽ. ചരിത്ര പ്രസിദ്ധമായ വന്നേരി പെരുമ്പടപ്പ് കാട്ടുമാടം മനയിലെ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന് കേസിലെ പ്രതി അറസ്റ്റിൽ. ചാവക്കാട് മല്ലാട് പുതുവീട്ടിൽ മനാഫിനെയാണ് കൊടുങ്ങല്ലൂരിൽ വെച്ച് പെരുമ്പടപ്പ് CI ടി സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓവുങ്ങൽ കുന്നത്തൻ കുളത്തിൽ സമീപം പന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. നല്ല വലിപ്പമുള്ള കൂറ്റൻ പന്നിയാണ് ആക്രമിച്ചതെന്ന് അപകടത്തിനിരയായവർ പറയുന്നു. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നിലമ്പൂരിൽ എരുമക്കുട്ടിയുടെ വാൽ കുറുക്കന്മാർ കടിച്ചു മുറിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്താണ് സംഭവം. പുളിക്കോലോടി സ്വദേശി ഷിജിയുടെ സ്ഥലത്ത് വളർത്തുന്ന 1 വയസ്സ് പ്രായമുള്ള എരുമക്കുട്ടിയുടെ വാലാണ് ബുധനാഴ്ച രാത്രി കുറുക്കന്മാർ കടിച്ചു മുറിച്ചത്. മൊറയൂർ പഞ്ചായത്ത് പൊതുകുളത്തിൽ മംഗലാപുരം ഉള്ളാൾ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. സിദ്ദീഖാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് മോങ്ങം അങ്ങാടിക്ക് സമീപത്തെ കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.